എൻ്റെ പേര് ഹംസ. ഞാൻ ഇങ്ങനെ കൂടലങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ വള്ളിക്കാപ്പറ്റ 7-ാം വാർഡിലെ മെമ്പറാണ്. ഈ മാസം 22-ാം തീയതി രാത്രി ഇങ്ങനെ ഒരു നമ്മളെ ബന്ധുവാണ്, അതേപോലെ നമ്മളെ വാർഡിലുള്ള ആളുകളുമാണ്. അവരൊരു ഫോണിൽ വിളിച്ചു. അങ്ങനെ രണ്ടാൾക്കാർ, അവരെ ഷുഹൈബ് എന്ന് പറയുന്ന ആളും സഫീർ എന്ന് പറയുന്ന ആളും ദുബായിൽ നിന്നും മറ്റൊരു വിസ നോക്കിയാണ്ട് തായ്ലൻഡിലേക്ക് പോയിരുന്നു. തായ്ലൻഡിൽ നിന്ന് ഒരു ചീറ്റിംഗ് ടീം അവരെ ഈ വിസന്റെ ആളുകളാണെന്ന് പറഞ്ഞ് എയർപോർട്ടിൽ നിന്ന് ഒരു കാറിൽ കയറ്റി കൊണ്ടുപോയി. അവർ മ്യാൻമർ അതിർത്തിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്, അവിടുന്ന് ഒരു ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിരുന്നു. അത് പ്രകാരം പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രാദേശികമായിട്ട് നമ്മൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ആരിസ്, അവരെ കൂട്ടിയിട്ട് നമ്മൾ വഹാബ് MP പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരു പോലീസ് കേസും എംബസിക്ക് ഒരു പരാതിയും കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം, ബാക്കി എന്താണ് എംബസിയുമായി ബന്ധപ്പെട്ട ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടുന്ന് MP വീട്ടിൽ നിന്ന് മടങ്ങിയിട്ട് നേരെ മലപ്പുറം SP-ക്കും അതേപോലെ ഇന്ത്യൻ എംബസി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, നോർക്ക എന്നിങ്ങനെയുള്ള എല്ലാ അതോറിറ്റികൾക്കും നമ്മൾ പരാതി കൊടുക്കുകയും പിന്നെ നമ്മൾ അതേപോലെ തന്നെ നമ്മളെ MP-മാർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജനപ്രതിനിധികളായ കുഞ്ഞാലിക്കുട്ടി അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഏൽപ്പിച്ച് ഇവരൊക്കെ ഇന്ത്യൻ എംബസിക്ക് പരാതി കൊടുക്കുകയും നമ്മുടെ മലപ്പുറം SP ഈ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ വിളിപ്പിച്ചു. അദ്ദേഹം വളരെ വിശദമായിട്ട് ആ പരാതി കേൾക്കുകയും നമ്മളെ മുമ്പ് തന്നെ പല ആളുകളായിട്ടും വിളിച്ചിട്ടും മറ്റൊക്കെ ബന്ധപ്പെട്ട് ഈ പരാതിയും അതേപോലെ അവരെ അയച്ചു തന്നൊരു ലൊക്കേഷനുണ്ട്, ആ ലൊക്കേഷനൊക്കെ എന്ത് ചെയ്തു അവരെ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും പിന്നീട് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ അറിയിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങളെ SP വീണ്ടും SP ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ അദ്ദേഹം അന്ന് ആർക്കോ ADGP ആണെന്ന് തോന്നുന്നു അവർക്ക് അയച്ചു കൊടുത്തിരുന്നു. അവരെ ഒരു റിപ്ലൈ വന്നത് എന്താ വെച്ചാൽ മ്യാൻമറിൽ ഇത്തരം കേസുകൾ ഉണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും പരമാവധി വേഗത്തിൽ ഇവരെ റിലീസ് ചെയ്യാനുള്ള മറ്റുള്ള നിയമ നടപടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇനി എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മടങ്ങിപ്പോയി. അതിൻ്റെ പിറ്റേ ദിവസം പെരിന്തൽമണ്ണ DYSP ആണെന്ന് തോന്നുന്നു SP ഓഫീസിൽ നിന്ന് അറിയിച്ചത് പ്രകാരം ഷുഹൈബിൻ്റെ പിതാവ് അബൂബക്കറിനെ വിളിക്കുകയും ഈ മ്യാൻമറിൽ ഇത്തരം കേസുകൾ പറഞ്ഞാൽ 500-ലധികം കേസുകൾ വന്നിട്ടുണ്ടെന്നു. അതിൽ 400 കേസുകളാണ് തീർപ്പായിട്ടുള്ളത്, 100-ഓളം കേസുകൾ ഇനിയും പെൻഡിങ് ഉണ്ടെന്നു. അവിടെ ഒരുപാട് പരിമിതികൾ, ഈ പറയപ്പെടുന്ന ലൊക്കേഷൻ അവർക്ക് മ്യാൻമറിലോ ബാങ്കോക്ക് ഇന്ത്യൻ എംബസിക്ക് ക്ലിയർ ആയിട്ട് അറിയുന്ന ഏരിയയാണ്, പക്ഷെ അവർക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് അവരെ അറിയിച്ചു. ഇടപെടാൻ കഴിയില്ല എന്നല്ല, അവർക്ക് അതിൻ്റെ കുറേ പരിമിതികളുണ്ട്, പെട്ടെന്ന് ചെന്ന് പിടിക്കാൻ കഴിയില്ല. അവർ 6 മാസം 1 വർഷമൊക്കെ നിങ്ങൾ കാത്തിരിക്കണം. ഈ കുട്ടികൾ വിളിക്കുന്ന സമയത്ത് അവരോട് അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊന്നും നടത്തരുത്, അത് അപകടം ഉണ്ടാക്കും എന്നുള്ള രീതിയിലൊക്കെയുള്ളൊരു മറുപടിയാണ് നമുക്ക് തന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതിനുശേഷവും അവിടെ ശനിയാഴ്ചകളിൽ മാത്രമാണ് ഈ കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ കഴിയും. ആ ശനിയാഴ്ചകളിൽ ഇവർ ഭാര്യമാരെ വിളിച്ച് അപ്പോൾ ഈ വിളിക്കുന്ന സമയത്ത് ഇവരെ എടുത്ത ആളുണ്ടാവും, തോക്കൊക്കെ പിടിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെയും കമ്മ്യൂണിക്കേഷൻ കുറച്ച് മറ്റെന്തോ അവിടുന്ന് കിട്ടുന്ന ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഇവരറിയാതെ അറിയിച്ച വിവരപ്രകാരം ഇവർ പോയി 3 ദിവസം ആയിട്ടുള്ളൂ. അതിനകം തന്നെ 2 തവണകളായിട്ട് 3ഓളം മലയാളികൾ വീണ്ടും ഈ കെണിയിൽ വീണിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തിരൂർ എവിടെയുള്ള ഒരാൾ 3 മാസം മുമ്പ് അവിടെ ഈ ചീറ്റിങ്ങിൽ എത്തിയിട്ടുണ്ടെന്നു. ഇയാൾക്കൊക്കെ ഒരു മാസത്തിൽ എത്രയോ $, ടാർജറ്റാണ്. അപ്പോൾ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാത്തതുകൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു. എന്താണ് ഇവർക്ക് കൊടുക്കുന്ന ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കുന്നത് ട്രെയിനിങ് ആണ്. അത് അക്കൗണ്ട് ഹാക്ക് ചെയ്യുക, അതേപോലെയുള്ള ഓൺലൈൻ ചീറ്റിങ്ങിനാണ് ഇവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ചീറ്റിംഗ് ചെയ്തിട്ട് ഇവർക്കൊരു ടാർജറ്റാണ്, ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് ഇത്ര ചെയ്യണം. അങ്ങനെ ഒരു മാസം ഇവരെ ടാർജറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് 700 ബാത്ത് അവിടെ കൊടുക്കും. അതായത് ഏകദേശം 15,000 രൂപയാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. ഈ 15,000 രൂപ ഇവർക്ക് നാട്ടിലേക്ക് അയക്കാനൊന്നും പറ്റില്ല. ഇവർ നിൽക്കുന്ന ബിൽഡിങ്ങിൽ ബാറുണ്ട്, മറ്റെല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതിൽ ആ പൈസ അവർക്ക് ചെലവഴിക്കാം. മറ്റുള്ള ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 40-50 ആളുകൾ ഇരിക്കുന്ന ഓഫീസുകൾ, അങ്ങനെ കുറേ ഈ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഈ ജോലി ചെയ്യാം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.
കാണുന്ന ലൊക്കേഷൻ അല്ലേ? ലൊക്കേഷൻ അതിന്റെ താഴത്തെ ലൊക്കേഷൻ കാണുന്നത് അതുപോലെ വിട്ടാണ്, ഇവര് വിട്ടാണ്, പിള്ളേർ വിട്ടാണ്. അവിടെ ചെന്ന് ഇറങ്ങിയ ഉടനെ ഇതാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ കൊടുത്താണ്. ഇവിടെ അതാണ് കമ്പനീൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും നെറ്റിൽ നമ്മളെ മോൻ ചെക്ക് ചെയ്തപ്പോൾ വലിയ ചെക്ക് ചെയ്തു. അതിൻ്റെ മുമ്പിൽ പോണീൻ്റെ മുന്നേ കമ്പനി ഇല്ല, കമ്പനീൻ്റെ ഇത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് അവിടെ ചെന്നപ്പോൾ ഇത് കമ്പനി ഇതൊന്നും അല്ല. പോയതാണോ എന്റെ മോനെ നിക്കാതെ കൂട്ടിക്കൊടുന്ന ഗർഭിണിയാണ്, 5 മാസം ഗർഭിണിയാണ്. ഇവരെ ഔദ്യോഗികമായിട്ട് വിളിക്കണ ഫോണിൽ വൈഫിനെ വിളിക്കാൻ പറ്റുള്ളൂ. അത് 15 ആറാളുകളാണ് ഈ കുടുംബങ്ങൾ അറിയില്ല. ഇവരാണെങ്കിൽ ശനിയാഴ്ച ഫോൺ കൊടുക്കുള്ളൂ, ആ ശനിയാഴ്ചകളിൽ ഇവർക്ക് കൊടുക്കുള്ളൂ. ഇവര് പണിഷ്മെന്റ് കൊടിയ മർദ്ദനാണ്. അതായത് ഇവര് 24 hour വർക്ക് ചെയ്യിച്ചിട്ട് പണിഷ്മെന്റ് കൊടുക്കും. അതല്ലെങ്കിൽ പിന്നെ അവരെ കൊണ്ട് വേറെ വർക്ക് ചെയ്യിക്കും. പിന്നെ ഇപ്പൊ അവിടെ പിന്നെ നമ്മളെ ഓൾറെഡി നമ്മളെ എവിടെ ഞങ്ങളിപ്പോ അവിടെ തിരൂരിൽ ഒരാള് പോയി പിന്നെ ഒരു കുറച്ച് ദിവസം മുന്നേ കണ്ടിരുന്നു. ഇവരെ ആക്കിയ ആൾക്കാരെ അക്കൗണ്ട് ആക്കിയ പിന്നെ ഗെയിം ഇത് കൊടുത്തിട്ട് പൈസ ഡോളർ ചെയ്യുക. അതായത് തട്ടിപ്പ് ഇതാണ്, ചീറ്റിംഗ് ആണ്. അതായത് ജനങ്ങളെ പൈസ പറ്റി